ദൈവോടുന്ന് കൃപ നൽകിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. സൈന്യത്താലെയല്ല, ശക്തിയാലെയല്ല, ദൈവത്തിൻ്റെ ആത്മാവിനാൽ നമ്മളെ നിറയ്ക്കട്ടെ. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗ പിതാവേ, വീണ്ടും നല്ല സമയത്തിനാണ് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന. ഒരു പ്രാവശ്യം കൂടി ദിവസങ്ങളിൽ കടന്നു വരുവാൻ ദൈവോടുന്ന് കൃപ നൽകി കൃപയെ നാർപ്പോടുകൂടി ആണിക്കളിൽ കയറ്റുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവോട് സഹായിക്കണം. വചനത്തിലൂടെ സംസാരിക്കണം. ജവനം സമർപ്പിക്കപ്പെടുവാൻ നിലവിളിപ്പാൻ കർത്താവ് സഹായിക്കണം. ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കർത്താവിൻ്റെ കരം നീട്ടി അത്ഭുതം പ്രവർത്തിച്ചാട്ടെ. കർത്താവേ, പ്രൈസ് ദി ലോർഡ്. ഹന്തൽ കടകൾ റിമന കടകൾ പ്രൗഢലാദി കക്ഷക്കടകൾ സന്തൽ കടകളാദി റിമന കടകൾ പ്രൗഢലാദി കക്ഷക്കടകൾ സന്തൽ കടകളാദി ദൈവത്തിൻ്റെ കരത്തിലേക്ക് ഏൽപ്പിക്കുന്ന പാഠവും പ്രാർത്ഥിപ്പാൻ ആരാധിപ്പാൻ ദൈവമേ ഇവിടുന്ന് കൃപ നൽകണം. സകലമാന മഹത്വം എടുക്കും. പ്രാർത്ഥനാജനം കേട്ടിരിക്കാൻ സ്തോത്രം യേശുപ്പച്ചൻ്റെ നാമത്തിൽ തന്നെ. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു പ്രാവശ്യം കൂടി ദൈവസനിലേക്ക് കടന്നു വരുവാൻ ദൈവം അവിടുന്ന് കൃപ നൽകാനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. സ്തുതികളിൽ മേൽ അധിവസിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിപ്പാൻ ഇന്ന് പകൽക്കാലം നമുക്ക് സഹായിക്കട്ടെ. കൂടി വന്നിരിക്കുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ നാമം ഒരിക്കൽ കൂടി വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവം നമ്മളെ സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ശന്തൽ കടകലാദി റിമനകടകൾ പ്രൗഢലാദി കക്ഷക്കടകൾ സന്തൽ കടകലാദി റിമനകടകൾ പ്രൗഢലാദി കക്ഷക്കടകൾ സന്തൽ കടകലാദി. നമുക്ക് 139 സങ്കീർത്തനം കാണുമ്പോഴേ പ്രൈസ് ദി ലോർഡ് വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള ഒരു പ്രാർത്ഥനയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഈ സങ്കീർത്തനം എഴുതപ്പെട്ടത് പ്രൈസ് ദി ലോർഡ് ദാവീദാണ്. എന്നിട്ട് തലക്കെട്ടിൽ നമുക്ക് കാണാൻ കഴിയുന്നത് സംഗീത പ്രമാണിക്ക് ദാവീദിൻ്റെ ഒരു സങ്കീർത്തനം. അപ്പോൾ ദാവീദിൻ്റെ സങ്കീർത്തനമായിട്ട് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഗ്ലോറി. പ്രൈസ് ദി ലോർഡ്. ശന്തൽ കടകലാദി. ദാവീദിൻ്റെ ഒരു സങ്കീർത്തനം മാത്രമായിട്ടല്ല, യഹോവേ നീ എന്നെ ശോധന ചെയ്തറിഞ്ഞിരിക്കുന്നു. ദൈവത്തിൻ്റെ വചനത്തിൽ 139 സങ്കീർത്തനം 1 വാക്യത്തിൽ ഇപ്രകാരം കാണുന്നു: കർത്താവേ അങ്ങനെ ശോധന ചെയ്തു അറിഞ്ഞിരിക്കുന്നു. ദൈവത്തിൻ്റെ ശോധന എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നു, തീയിൽ കൂടി എന്നെ ഊതിക്കഴിച്ച അനുഭവങ്ങൾ, സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി ഉണ്ടെന്ന് നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അല്ലെങ്കിൽ തിരുവഴുത്തിൽ വിശ്വസിക്കുന്ന, ദൈവവചനത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ചാണ് ദൈവാത്മാവ് ഈ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അങ്ങ് അവിടെ നിന്ന് അറിയുന്നു. അതായത് ഞാനിവിടുന്ന് എഴുന്നേറ്റ് പോയാലും ഇരുന്നാലും നടന്നാലും ചിന്തിച്ചാലും എല്ലാം ദൈവം അറിയുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ നിരൂപണം അതുമാത്രമല്ല, ദൂരത്തുനിന്ന് ഗ്രഹിക്കുന്നു. നമ്മുടെ നിരൂപണങ്ങളെല്ലാം ദൂരത്തുനിന്ന് ഗ്രഹിക്കുന്നതായിട്ട് നമുക്ക് ഈ വചനം നമ്മളെ വെളിപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ നടപ്പും കിടപ്പും നീ ശോധന ചെയ്യുന്നു. ഇടമനകടകൾ പ്രൗഢലാദി കക്ഷക്കടകലാദി. എൻ്റെ വഴികളൊക്കെ നിനക്ക് മനസ്സിലായിരിക്കുന്നു. അപ്പം ഞാൻ എന്ത് ചിന്തിച്ചാലും, ഞാൻ എന്ത് പോയാലും, എന്തെടുത്താലും, എന്ത് സംസാരിച്ചാലും, എന്ത് നിരൂപിച്ചാലും എല്ലാം കർത്താവ് അറിയുന്നെന്നാണ് ഈ ദൈവവചനം നമ്മളെ, ഈ തിരുവഴുത്ത് നമ്മളെ പഠിപ്പിക്കുന്നത്. എൻ്റെ വഴികളൊക്കെയും, എൻ്റെ വഴികൾ കർത്താവിന് മനസ്സിലായിരിക്കുന്നു. യഹോവേ നീ മുഴുവനും അറിയാതെ ഒരു വാക്കും എൻ്റെ നാവിന്മേലില്ല. ഞാൻ പറയുന്ന നാവുകൾ, ഞാൻ പറയുന്ന വാക്കുകൾ, ഞാൻ പറയുന്ന ചിന്തകൾ, ഞാൻ ഭവനത്തിൽ സംസാരിക്കുന്ന, സ്കൂളിലും കോളേജിലുമായിരിക്കുമ്പോൾ സംസാരിക്കുന്ന, ജോലി സ്ഥലത്തായിരിക്കുമ്പോൾ സംസാരിക്കുന്ന വാക്കുകൾ ഒന്നും എൻ്റെ കർത്താവിൻ്റെ സന്നിൽ മറവായിട്ടില്ല. നീ മുമ്പും പിമ്പും എന്നെ അടച്ചു. പ്രൈസ് ദി ലോർഡ്. നിൻ്റെ കൈ എൻ്റെ മേൽ ഭാരമായിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എൻ്റെ മേൽ വെച്ചിരിക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ കൈ നമ്മുടെ മേൽ വെച്ചിരിക്കുന്നതുകൊണ്ട് നമ്മൾ എന്ത് ചിന്തിച്ചാലും, എന്ത് ചെയ്താലും, എന്ത് പ്രവർത്തിച്ചാലും, എന്ത് സംസാരിച്ചാലും ദൈവം അറിയുന്നു എന്നാണ് ഈ ദൈവവചനത്തിൽ കൂടി നമ്മളോട് സംസാരിക്കുന്നത്. 6 വാക്യത്തിൽ വരുമ്പോൾ, ഈ പരിജ്ഞാനം എനിക്ക് അത്യത്ഭുതമാകുന്നു. ദൈവത്തിൻ്റെ പരിജ്ഞാനം എനിക്ക് അത്ഭുതകരമായി മാത്രമേ എനിക്ക് ചിന്തിക്കുവാൻ കഴിയുന്നുള്ളൂ എന്നാണ് ഇവിടെ പറയുന്നത്. ദൈവത്തിൻ്റെ പരിജ്ഞാനം എന്താണ്? ദൈവിക അറിവ് എന്താണ്? ദൈവിക അതിശ്രേഷ്ഠമായ സ്വഭാവം എന്താണ്? നാം മനസ്സിലാക്കി കഴിഞ്ഞാലുണ്ടല്ലോ, നാം ഇവിടെ ഒന്നും ഇരിക്കത്തില്ല. നമ്മളെപ്പോഴും പ്രാർത്ഥനയിലും ആരാധനയിലുമായിരിക്കും. നമ്മുടെ വാക്കുകൾ, നമ്മുടെ പ്രവൃത്തികൾ, നമ്മുടെ ചിന്തകളെ നീ മുഴുവനും അറിയാതൊരു വാക്കും എൻ്റെ നാവിന്മേലില്ല. കർത്താവ് അറിയുന്നു നമ്മൾ പറയുന്ന വാക്കുകൾ. നീ മുമ്പും പിമ്പും എന്നെ അടച്ചു. നിൻ്റെ കൈ എൻ്റെ മേൽ വെച്ചിരിക്കുന്നു. കർത്താവ് പറയുന്നു, മുമ്പോട്ട് പോകാൻ
കഴിയത്തില്ല. അയ്യോ, സങ്കീർത്തനക്കാരൻ പറയുവാണ്, 139 സങ്കീർത്തനം ദാവീദ് പറയുകയാണ്, എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയത്തില്ല, എൻ്റെ വഴികൾ മുഴുവനും അങ്ങ് അടച്ചു വെച്ചിരിക്കുകയാണ്, അതുകൊണ്ട് എനിക്ക് ഒരിക്കലും മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല കർത്താവേ, നീ മുമ്പും പിമ്പും എന്നെ അടച്ച്. പ്രൈസ് ദി ലോർഡ്. ശന്തൽ പ്രൗഢലാതി മനകടലാതി, നിൻ്റെ കൈ എൻ്റെ മേൽ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ കരം വെച്ചിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും മുന്നോട്ടോ പുറകോട്ടോ പോകാൻ കഴിയത്തില്ല, ദൈവകൽപ്പന വിട്ട് ജീവിക്കാൻ കഴിയത്തില്ലെന്നാണ് ഈ സങ്കീർത്തനക്കാരൻ പറയുന്നത്. അതുമാത്രമല്ല 6-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, ഈ പരിജ്ഞാനം എനിക്ക് അത്യത്ഭുതമാകുന്നു, ദൈവത്തിൻ്റെ പരിജ്ഞാനം എനിക്ക് അത്ഭുതകരമായി മാത്രമേ ചിന്തിക്കാൻ കഴിയുന്നുള്ളൂ എന്നാണ് ഈ ദൈവത്തിൻ്റെ വചനം പറയുന്നത്. അത്യത്ഭുതമായി, അല്ലെങ്കിൽ എനിക്ക് പരിജ്ഞാനം അത്ഭുതം, എനിക്ക് അതിശയകരമാകുന്നു, എനിക്കത് അതിശയത്തോട് നടക്കാൻ മാത്രമേ കഴിയുന്നുള്ളൂ, അതെനിക്ക് ഗ്രഹിച്ച് കൂടാതെ വണ്ണം ഉന്നതമായിരിക്കുന്നു, അതെനിക്ക് ഗ്രഹിക്കാൻ കഴിയാതെ വണ്ണം അത്ര പരിജ്ഞാനമാണ്, അത്ര ജ്ഞാനമാണ്, അത്ര വിവേകമാണ്, അത്ര പരിജ്ഞാനത്തിൽ നടത്തുവാണ് എൻ്റെ കർത്താവ്. എനിക്ക് ആ സങ്കീർത്തനക്കാരൻ ഇങ്ങനെയാണ് പറയുന്നത്, ദൈവത്തോട് പറയുകയാണ്, എനിക്ക് ഗ്രഹിച്ചുകൂടാ, എനിക്കത് ഗ്രഹിക്കാൻ കഴിയുന്നില്ല, എനിക്കത് അളക്കാൻ കഴിയുന്നില്ല, അതിൻ്റെ ആഴത്തിലേക്കൊന്നും ഇറങ്ങാൻ കഴിയുന്നില്ല, അത്രമാത്രം ഉന്നതമായിരിക്കുന്ന ദൈവത്തിൻ്റെതായ വാഗ്ദത്വം, അത് ഗ്രഹിക്കാൻ കഴിയാതെ വണ്ണം ആ ദൈവത്തിൻ്റെ പരിജ്ഞാനം എന്ന് പറയുന്നത് എനിക്ക് ഗ്രഹിക്കാൻ കഴിയുന്നില്ല. അത് കഴിഞ്ഞ് 7-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, നിൻ്റെ ആത്മാവിനെ ഒളിച്ച് ഞാൻ എവിടേക്ക് പോകും, തിരുസന്നിധിയിൽ വിട്ട് ഞാൻ എവിടേക്ക് ഓടും. അപ്പോൾ ദൈവത്തിൻ്റെ കണ്ണിന് മുമ്പിൽ നിന്ന് നമുക്ക് മറഞ്ഞിരിക്കാൻ പറ്റത്തില്ല, ദൈവത്തിൻ്റെ ആത്മാവിനെ ഒളിക്കുവാൻ നമുക്ക് കഴിയത്തില്ല, ദൈവത്തിൻ്റെ നോട്ടത്തെ ഒളിക്കുവാൻ നമുക്ക് ആർക്കും കഴിയത്തില്ല. ദൈവം എന്തു പറയുന്നു, നിൻ്റെ ആത്മാവിനെ ഒളിച്ചു ഞാൻ എവിടേക്ക് പോകും, തിരുസന്നിധി, കർത്താവിൻ്റെ തിരുസന്നിധി നമുക്ക് മറഞ്ഞൊന്നും ചെയ്യാൻ കഴിയത്തില്ല. പാപം ചെയ്താലും സംസാരിച്ചാലും മറ്റുള്ളവരുടെ കാര്യം പറഞ്ഞാലും മറ്റുള്ളവരെ ആക്ഷേപിച്ചാലും മറ്റുള്ളവരെ പരിഹസിച്ചാലും തമാശ പറഞ്ഞാലും എല്ലാം ദൈവം കണ്ടുകൊണ്ടിരിക്കുന്നതാണെന്നുള്ള കാര്യം ഒരു ദൈവപൈതൽ മറന്നു പോകരുത്. ഇടവൽ കടകലാതി അക്ഷല കടകല സന്തൽ കടകല, ദൈവത്തിൻ്റെ സ്വഭാവം എന്ന് പറയുന്ന അതാണ്, ദൈവത്തിൻ്റെ ഗുണവിശേഷമെന്ന് പറയുന്ന അതാണ്, ദൈവത്തിൻ്റെ അതിശ്രേഷ്ഠമായ സ്വഭാവം ഇതാണ്. അതുകൊണ്ട് ദാവീദ് പറയുന്നു, ഇസ്രായേലിൻ്റെ മധുര ഗായകനെ ദാവീദ് ഇപ്രകാരം പറയുന്നു, എനിക്ക് എൻ്റെ കർത്താവിൻ്റെ കണ്ണ് മുമ്പിൽ നിന്ന് ഒളിഞ്ഞു മാറി നിൽക്കാൻ കഴിയത്തില്ല, എപ്പോഴും മുമ്പും പിമ്പും എൻ്റെ കർത്താവ് എൻ്റെ കൂടെയുണ്ട്, ഞാൻ പുറകിൽ പോയാൽ അവിടെയുണ്ട്, മുമ്പിൽ പോയാൽ അവിടെയുണ്ട്, ഇടത്തു പോയാൽ അവിടെയുണ്ട്, വലത്തു പോയാൽ അവിടെയുണ്ട്, എല്ലായിടും എൻ്റെ കർത്താവുണ്ട്, അതുകൊണ്ട് എനിക്ക് ഒരു പാപവും ചെയ്യാൻ കഴിയത്തില്ലെന്നാണ് ഈ സങ്കീർത്തനക്കാരൻ നമ്മളോട് ഇന്ന് രാത്രികാലം നമ്മളോട് പ്രബോധിപ്പിക്കുന്നത്. ഇടമന ഘടകൽ പ്രൗഢലാതി, വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന, ഹൃദയത്തിൽ നിന്ന് കടന്നു വരുന്ന ഒരു പ്രാർത്ഥനയാണല്ലോ 139 സങ്കീർത്തനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അതുമാത്രമല്ല, ദൈവത്തിൻ്റെ അതിശ്രേഷ്ഠമായ സ്വഭാവം ഉള്ള ഒരു വ്യക്തിയായിട്ട് തീരണമെന്നാണ് ദൈവം ഈ വചനത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നത്, അല്ലെങ്കിൽ പ്രഖ്യാപിക്കുന്നത്, വിളിച്ചു പറയുന്നത്. ഇതാണ് ദൈവത്തിൻ്റെ അതിശ്രേഷ്ഠമായ ചില സ്വഭാവങ്ങളെ നമ്മുടെ ജീവിതത്തിൽ രൂപാന്തരപ്പെട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആരും അടങ്ങിയിരിക്കത്തില്ല, നമ്മൾ ആരും ഇങ്ങനെ ആയിരിക്കത്തില്ല, നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി ജീവിതമാവും, നമ്മൾ ആരാധിക്കുന്ന ഒരു വ്യക്തി ജീവിതമാവും, നമ്മുടെ ദൈവത്തിൻ്റെ സ്വഭാവത്തിൻ്റെ കീഴിലായിരിക്കുന്ന ഒരു വ്യക്തിയാവും, നമ്മൾ ദൈവത്തിൻ്റെ കൈക്കീഴിൽ ആടുകളായി തീരുമെന്നാണ് ഈ ദൈവത്തിൻ്റെ വചനം നമ്മളെ വിളിച്ചറിയിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. സങ്കീർത്തനക്കാരൻ പറയുന്നത്, പ്രൈസ് ദി ലോർഡ്, നിന്നെ വിട്ട് ഞാൻ എവിടേക്ക് പോകും, എനിക്കൊരു പ്രത്യുപകാരം ചെയ്യാൻ കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഇടമന കടകൾ പ്രൗഢലാതി കടകല സന്തൽ കടകല, ശത്രുവാൻ പലപ്പോഴും നമ്മളെ പാറ്റിക്കളയുവാൻ, ഇടമന കടകൾ പ്രൗഢലാതി, ശത്രുവാൻ നമ്മളെ തകർത്ത് കളയുവാൻ, മുടിച്ചു കളയുവാൻ, ഉടച്ചു കളയാൻ വരുമ്പോൾ അവൻ്റെ പദ്ധതിയിൽ നിന്ന് നാം പുറത്തോട്ട് വരണമെന്നാണ് ദൈവാത്മാവ് നമ്മളെ ബുദ്ധി ഉപദേശിക്കുന്ന. ഇടമന കടകലാതി, തകർത്ത് കളയുവാൻ, മുടിച്ചു കളയുവാൻ, ആ ശ്രേഷ്ഠമായ സ്വഭാവത്തിൽ നിന്ന് നമ്മളെ ഇല്ലാതാക്കി കളയാൻ പലപ്പോഴും ശത്രുവാൻ ഒരുങ്ങുന്ന അനുഭവമാണ് ഈ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. വേദപുസ്തകത്തിൽ നമ്മൾ ഉടനീളം പരിശോധിച്ച് തിരുവെഴുത്തുകളിലെ നമ്മൾ തിരുവെഴുത്തുകൾ തെളിയിക്കുന്ന അനുഭവമല്ല. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ ആസ്തിത്വത്തെ, അല്ലെങ്കിൽ ദൈവത്തെ വേദപുസ്തകം അംഗീകരിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ നിരവധി അതിശ്രേഷ്ഠ സ്വഭാവങ്ങളെ വിവരിക്കുകയും ചെയ്യുന്നതായ ഒരു സങ്കീർത്തനമാണ് ഇത് 139. അവ അധികവും ദൈവം എന്ന നിലയിൽ അവന് മാത്രം ചെയ്യുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ നിസ്തുലനമായ മറ്റുള്ള മനുഷ്യരിൽ നാം കാണുന്ന കാരണം, മനുഷ്യർ
ദൈവരാജ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. മനുഷ്യർ ദൈവരാജ്യത്തിൽ സൃഷ്ടിക്കപ്പെടുന്നു എന്നാണ്. ദൈവത്തിൻ്റെ അധികാരത്തെ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. ദൈവത്തിൻ്റെ നിസ്തുല്യമായ സ്വഭാവത്തെ ഈ സങ്കീർത്തനത്തിൽ 139 നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ദൈവം സർവ്വവ്യാപിയാണെന്ന് ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. അതായത് ഒരേ സമയം ദൈവം എല്ലാ ഇടങ്ങളിലും ഉണ്ടെന്നുള്ള കാര്യം, അല്ലെങ്കിൽ സന്നിഹിതനാണെന്നുള്ള കാര്യം ദൈവം ഇതിനകത്ത് തെളിയിക്കപ്പെടുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. നാം എവിടെ പോയാലും ദൈവം അവിടെ ഉണ്ടെന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നതായിട്ട് നമുക്ക് ഈ ദൈവത്തിൻ്റെ വചനത്തിൽ കാണാൻ കഴിയുന്നത്. 139:7 നിൻ്റെ ആത്മാവിനെ ഒളിച്ച് ഞാൻ എവിടേക്ക് പോകും, തിരുസന്നിധി വിട്ട് ഞാൻ എവിടേക്ക് ഓടും. എവിടെയും കർത്താവിൻ്റെ മുമ്പിൽ ഒളിച്ച് വയ്ക്കാൻ ഒരു കാര്യവും ചെയ്തെടുക്കാൻ കഴിയത്തില്ലെന്നാണ് ഈ ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അത് പറയാൻ തിരുവഴുത്ത് ഇങ്ങനെ നമ്മളെ പഠിപ്പിക്കുന്നത്, അന്തൽക്കടകല റിമനകട നാം ചെയ്യുന്ന സകല പ്രവൃത്തികളും ദൈവം വീക്ഷിക്കുന്നു നാം മനസ്സിലാക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. അടൽപ്രവൃത്തി ദൈവം സർവജ്ഞാനിയാണെന്ന് ഈ ദൈവത്തിൻ്റെ വചനത്തിൽ കൂടി നമുക്ക് തെളിയിക്കപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ദൈവം സർവജ്ഞാനിയാണ്, ദൈവം സർവശക്തനാണ്, ദൈവത്തിന് കഴിയാത്ത ഒരു കാര്യവുമില്ലെന്ന് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. ക്രൈസ്തവരോട് സർവശക്തനായ ദൈവത്തിൻ്റെ കരം എൻ്റെ നിങ്ങളുടെയും കൂടെ ഉണ്ടെന്നുള്ള കാര്യം ഈ സങ്കീർത്തനക്കാരൻ നമ്മളോട് ഉത്ബോധിപ്പിക്കുകയാണ്. ഇടപൽക്കടകലാതി അക്ഷക്കട, അതായത് ദൈവം സകലതും അറിയുന്നു. നാം ഇരിക്കുന്നതും എഴുന്നേൽക്കും മേളിൽ നമ്മൾ വായിച്ചപ്പോൾ അങ്ങനെയാണല്ലോ, സകലതും അറിയുന്നു. 1 മുതൽ 6 വരെയുള്ള അധ്യായത്തിൽ നമ്മുടെ പ്രവൃത്തികളെ മാത്രമല്ല നമ്മുടെ ചിന്തകളെയും ദൈവം അറിയുന്നുവെന്ന് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ മുന്നറിവിനെക്കുറിച്ച് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുമ്പോൾ പറയുമ്പോൾ അതെന്താണ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സാധ്യതകളെല്ലാം സാധ്യമാക്കുന്ന, അസാധ്യതകളെല്ലാം സാധ്യമാക്കുന്ന, പ്രൈസ് ദി ലോർഡ്, നിശ്ചിതമായതെല്ലാം നിശ്ചിതമായും താൽക്കാലികമായതെല്ലാം താൽക്കാലികമായും ഭാവിക്കേണ്ടതെല്ലാം സന്തൽ കടകലാദ്രിമന ഭാവിയിലേതായും നമുക്ക് ഭാവിക്കേതായും കഴിഞ്ഞു പോയതെല്ലാം കഴിഞ്ഞു പോയതും മുൻ നിയമിക്കപ്പെട്ടതെല്ലാം മുൻ നിയമിക്കപ്പെട്ടതുമായ പ്രൈസ് ദി ലോർഡ് ശന്തൽ കടകലാതി റിമന കടകലാതി ദൈവം അറിയുന്ന സകലതും മുൻ നിർണയിക്കപ്പെട്ടാൽ മുന്നിൽ തന്നെ കണ്ട് എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും നമ്മുടെ ഭാവിയെ ദൈവത്തിൻ്റെ പുസ്തകത്തിൽ കുറിച്ച് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഭാവി അറിയുന്ന, നമ്മുടെ നിരൂപണങ്ങൾ അറിയുന്ന, നമ്മൾ തക്ക സമയത്ത് നമ്മളെ ഉയർത്തുന്ന ദൈവം, നമ്മൾ സകലതും അറിയുന്ന ഒരു കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള കാര്യം നാം ഒരിക്കലും മറന്നു പോകരുത്. ഇടമനകടകൾ പ്രൗഢലാതി അക്ഷക്കടകല സന്തൽക്കടകലാതി റിമനകടകലാതി 38:7 17 മുതൽ 20 നാം അറിയുന്നു. ദൈവം നമ്മളെ അറിയുന്ന കർത്താവാണെന്ന് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. അർത്ഥം എന്നതാണ് അർത്ഥം. വേദപുസ്തകപരമായ മുന്നറിവ്. പ്രൈസ് ദി ലോർഡ്. അധികമായി അനുമാനങ്ങളല്ല, താൽക്കാലികമായും പ്രൈസ് ദി ലോർഡ് ശന്തൽക്കടകലാതി ചരിത്രത്തിലും സ്വന്തം ഹിതപ്രകാരം ജ്ഞാനപ്രകാരം തീരുമാനിക്കപ്പെടുവാൻ ദൈവത്തിന് സ്വാതന്ത്ര്യമുണ്ട്. ദൈവത്തിൻ്റെ ജ്ഞാനത്താൽ സകലതും തീരുമാനിക്കുവാൻ, എന്നെക്കുറിച്ച് നിങ്ങളെക്കുറിച്ചുള്ള ഭാവി തീരുമാനിക്കാൻ ദൈവത്തിന് കഴിയുമെന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പദ്ധതിക്ക് ആലോചനയ്ക്കും മറഞ്ഞിരിക്കുന്ന ഒരു കാര്യമില്ലെന്നാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അതായത് ദൈവം സ്വന്തം ജ്ഞാനത്തിൻ്റെ അടമനകടകൾ പ്രൗഢലാതെ തടവുകാരനല്ല. ക്രിസ്തുവോട് സംഖ്യാപുസ്തകം 14:11 20 ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ദൈവത്തിന് സ്വാതന്ത്ര്യമുണ്ട്. അതാ ദൈവം സ്വാതന്ത്ര്യത്തോടെ സകലതും ഒരാളെക്കുറിച്ചുള്ള ഉദ്ദേശം, എന്നെക്കുറിച്ച് നിങ്ങളെക്കുറിച്ചുള്ള ഉദ്ദേശം ദൈവം തെളിവായിട്ട് കാണുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. അത് ദൈവം തെളിയിക്കുന്ന, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ജ്ഞാന കണ്ണുകൾ കൊണ്ട് നോക്കുമ്പോഴേ നമ്മളെക്കുറിച്ചുള്ള ഓരോരോ ഉദ്ദേശം ദൈവം അവിടെ വെളിപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ശന്തലാദ്രി മനകടകൽ പ്രൗഢലാതി അക്ഷക്കടകല സന്തൽ കടകലാദ്രി മനകടകലാതി നമ്മളെക്കുറിച്ചുള്ള മുൻ നിർണയം അല്ലെങ്കിൽ വിളി ഏതാണ്, തിരഞ്ഞെടുപ്പ് ഏതാണെന്ന് ക്രൈസ്തവരോട് ദൈവം സർവശക്തനാണെന്നുള്ള കാര്യം നാം മനസ്സിലാക്കണം. ദൈവം സർവശക്തനാണ്. ദൈവത്തിന് കഴിയാത്ത ഒരു കാര്യമില്ല. ദൈവം സർവശക്തിയുള്ള ദൈവമാണ്, സർവജ്ഞാനം ഉള്ള ദൈവമാണ്. അതായത് ദൈവത്തിന് സർവശക്തിയുണ്ട്. സകല വസ്തുക്കളുടെ മേലും സകല സൃഷ്ടിയുടെ മേലും ദൈവത്തിന് പരമാധികാരമുണ്ടെന്നാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. പരമാധികാരിയായ കർത്താവിനെ നാം സ്തുതിക്കുകയാണെങ്കിൽ, ആരാധിക്കുകയാണെങ്കിൽ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുകയും നമ്മളെക്കുറിച്ച് ഉദ്ദേശിക്കുകയും ചെയ്യുന്ന കാര്യം ദൈവം ബോധ്യപ്പെടുത്തുന്നതാണ് നമുക്ക് ഈ സങ്കീർത്തനക്കാരൻ നമ്മളോട് ഉത്ബോധിപ്പിക്കുന്നത്, അല്ലെങ്കിൽ തിരുവെഴുത്ത് നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കുന്നു. അതുപോലൊരു അനുഭവത്തിലേക്ക് നാം കടന്നു വരാൻ ദൈവാത്മാ നമ്മളെ ബുദ്ധി ഉപദേശിക്കുകയാണ്. അടമനകടകൾ പ്രൗഢലാതി കക്ഷക്കടകൾ സന്തൽ കടകലാതി റീമനകടകലാതി എല്ലാ സമയത്തും തൻ്റെ സകല ശക്തിയും അടമനകടകലാതി അധികാരം ഉപയോഗിക്കുന്നു എന്ന് ഇതിന് അർത്ഥമില്ല. ഉദാഹരണമായി സകല ക്രൈസ്തലോട് ശന്തൽ
പാപത്തെ നശിപ്പിക്കുവാൻ ദൈവത്തിന് ശക്തി. എന്നാൽ ചരിത്രത്തിൻ്റെ അവസാനം വരെ അങ്ങനെ ചെയ്യേണ്ടതില്ല. പ്രൈസ് ദി ലോർഡ്. ശന്തൽ പ്രൗഢലാതി റിമനഘടകലാതി എന്ന് ദൈവം തീരുമാനിച്ചിരിക്കുകയാണ്. ദൈവത്തിനറിയാൻ നമ്മൾ പാപം ചെയ്താലും ചെയ്തില്ലേലും, പക്ഷേ അതെല്ലാം വെച്ച് ദൈവം ന്യായം വിധിക്കുന്നതായിട്ട് നമുക്ക് നശിപ്പിച്ച് കളയുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. നമുക്ക് പാപം ചെയ്യുവാനുള്ള റൈറ്റും, അതായത് മടങ്ങി വരാനുള്ള റൈറ്റും ജീവിക്കാനുള്ള റൈറ്റും ദൈവം തന്നിരിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ കഴിയും. 1 യോഹന്നാൻ 5:19 പല സന്ദർഭങ്ങളിലും ദൈവം തൻ്റെ ശക്തിയെ പരിമിതപ്പെടുത്തുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹന്തൽ കടകലാതി ഹസ്തകട ആ ശക്തി തൻ്റെ ജനങ്ങളിൽ കൂടെ പ്രദർശിപ്പിച്ചിരിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ കഴിയും. ദൈവിക പ്രദർശനം, ദൈവിക അനുഗ്രഹം, ദൈവിക നന്മകളെ, ദൈവിക ആസ്തിത്യം നമ്മൾ പ്രാപിച്ചെടുക്കണമെങ്കിൽ ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും പ്രാപിച്ചെടുക്കണം. പ്രാർത്ഥനയിലും ആരാധനയും ആയിരിക്കണം, ഉറ്റിരിക്കണം. ദൈവ പ്രവർത്തിക്ക് നാം ദൈവത്തോട് ഉള്ള നമ്മുടെ സമർപ്പണത്തിൻ്റെയും പ്രൈസ് ദി ലോർഡ് വിധേയത്വത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം നമ്മുടെ ക്രിസ്തീയ ജീവിതം. ദൈവം നമ്മളെക്കുറിച്ച് അതാണ് ആഗ്രഹിക്കുന്നത്. ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെടുന്നതും അതായിരിക്കുന്നല്ലോ എന്നാണല്ലോ നമുക്ക് കാണാൻ കഴിയുന്നത്. എഫേസ്യർ 3:20 നമുക്കത് കാണാൻ കഴിയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ കരുതൽ എത്രമാത്രം വലിയതാണെന്നുള്ള കാര്യം നാം ഒരിക്കലും മറന്നു പോരും. ദൈവം നമ്മളെ കരുതുന്ന കർത്താവാണ്, ആസ്തിത്യമുള്ള കർത്താവാണ്, അതായത് ശക്തിയുള്ള കർത്താവാണ്, അധികാരമുള്ള കർത്താവാണ്, സമർപ്പണമുള്ള കർത്താവാണ്. ഏതു സമയം ബാധിച്ചുകൊണ്ട് നമ്മുടെ കണ്ണുകൾ, കർത്താവിൻ്റെ കണ്ണുകൾ എപ്പോഴും നഗ്നവും മലർന്നമായിട്ട് ഈ ഭൂമിയിൽ കിടക്കുമ്പോൾ അതിനെ ആചരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അതിന്മേൽ പ്രവൃത്തി വെളിപ്പെട്ടുകൊണ്ട് നമ്മൾ ആയിരിക്കുന്ന ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ വചനത്തിൽ കൂടെ ഈ തിരുവഴുത്തിൽ കൂടി നമ്മളോട് ഇന്ന് രാത്രികാലം വിളിച്ചു പറയും. ദൈവം മാനുഷ്യാതീതനാണ്, അല്ലെങ്കിൽ ദൈവം ഒരു മനുഷ്യനാണെന്നുള്ള കാര്യം ആ രീതിയിലായിരിക്കണം നമ്മളായിരിക്കേണ്ടത്. ദൈവം മനുഷ്യനായി തന്നെ നമുക്ക് ഈ ഭൂമിയിലേക്ക് കടന്നു വന്ന് ദൈവത്തിന് മനുഷ്യൻ്റെ ശക്തിയുണ്ട്, ദൈവത്തിൻ്റെ ശക്തി ഉണ്ടെന്നുള്ള കാര്യം നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതായത് ദൈവം തൻ്റെ ദൃഷ്ടിയിൽ അല്ലെങ്കിൽ സൃഷ്ടിയിൽ നിന്ന് വ്യത്യസ്തനും സ്വതന്ത്രനുമാണെന്നാണ്. ദൈവം സ്വതന്ത്രനാണ്, വ്യത്യസ്തനാണ്. ദൈവത്തിൻ്റെ സൃഷ്ടിയിൽ മനുഷ്യനെ പോലെ ഒരിക്കലും ദൈവം ആവത്തില്ല. ദൈവം മനുഷ്യ വേഷം എടുത്തെന്ന് മാത്രമേ ഉള്ളൂ ഈ ഭൂമിയിൽ കടന്നു വന്നപ്പോൾ. പ്രൈസ് ദി ലോർഡ്. ശന്തൽ കടകലാ ദൈവത്തിൻ്റെ ആസ്തിത്വം നിശ്ചയമായിട്ടും ദൈവം ആസ്തിത്വമുള്ള കർത്താവാണ്, അധികാരമുള്ള കർത്താവാണ്. സൃഷ്ടിക്രമത്തേക്കാൾ ശ്രേഷ്ഠമാണ് ദൈവത്തിൻ്റെ ആസ്തിത്വം എന്ന് പറഞ്ഞാൽ. പ്രൈസ് ദി ലോർഡ്. ഇടമനഘടകൾ പ്രൗഢലാതി താൻ സൃഷ്ടിച്ച സകലത്തെക്കാളും ഉന്നതത്തിൽ ദൈവത്തിന് സമ്പൂർണ്ണ ആസ്തിത്വമുണ്ട്. ദൈവത്തിന് അധികാരമുണ്ട്, ആസ്തിത്വമുണ്ട്. അധികാരത്തിൽ വസിക്കുന്ന ഒരു കർത്താവിനെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. തൻ്റെ ജനത്തിൻ്റെ രാജ്യത്തിൽ, പ്രൈസ് ദി ലോർഡ്, സന്തൽ കടകലാതി റീമനഘടകൾ പ്രൗഢലാതി തൻ്റെ ജനത്തിൻ്റെ രാജ്യത്തിൽ അല്ലെങ്കിൽ രാജ്യത്വത്തിൽ നാം എപ്പോഴും എങ്ങനെയായിരിക്കണം എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. ആ തൻ്റെ ജനത്തിൻ്റെ മധ്യത്തിൽ ആ ജനത്തിൻ്റെ ദൈവമായി വസിക്കുന്നതിന് ദൈവത്തിൻ്റെ മാനുഷ്യാതീത, പ്രൈസ് ദി ലോർഡ്, ശന്തൽ ഗുണവിശേഷം ദൈവത്തിന് തടസ്സമാകുന്നില്ല. നമുക്കൊരു മനുഷ്യമായ സ്വഭാവമുണ്ട്, അതിൽ തടസ്സമായിട്ട് ഒരിക്കലും ദൈവം നിൽക്കത്തില്ല. പക്ഷേ മനുഷ്യൻ്റെ സ്വഭാവം സ്നേഹിക്കാനായിട്ട് ദൈവത്തെ പോലെ സൃഷ്ടിച്ച് നമ്മളെ ഈ ഭൂമിയിൽ ദൈവമാക്കിയിരിക്കുമ്പോൾ പ്രൈസ് ദി ലോർഡ്, ശന്തൽ പ്രൗഢലാതി റീമനഘടകലാതി ദൈവം നിത്യനാണെന്നുള്ളൊരു കാര്യം നാം മനസ്സിലാക്കണം. ദൈവം നിത്യനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന് ആദ്യവുമില്ല അന്ത്യവുമില്ല. ദൈവം നിത്യനായ കർത്താവാണ്. അതേപോലെ നമ്മളുമായി തീരണം. ദൈവം അതാണ് ആഗ്രഹിക്കുന്നത്. ദൈവം അനാദിയും ശാശ്വതമായ ദൈവമാണ്. ദൈവത്തിന് ശാശ്വത അവകാശമുണ്ട്. അനാദിയാണ്, ആദിയില്ല, അന്ത്യമില്ല. അങ്ങനെയാണ് ദൈവം ഈ ഭൂമിയിലായിരിക്കുന്നത്. നിത്യത മുതൽ നിത്യത വരെ ഉള്ളവനാണ് കർത്താവ്. നിത്യത മുതൽ നിത്യത വരെ അനാദിയായും ശാശ്വതമായ ദൈവമാണ്. ദൈവത്തിന് അന്ത്യമില്ല, ദൈവത്തിന് ഒരു അവസാനമില്ല. അനാദിയാണ്, ശാശ്വതമായ ദൈവമായ കർത്താവാണ് നമ്മൾക്കുള്ളതെന്ന് നാം മനസ്സിലാക്കണം. പ്രൈസ് ദി ലോർഡ്. സങ്കീർത്തനം 90 നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ദൈവം ഇല്ലാതിരുന്ന ഒരു സമയം ഭൂതകാലത്ത് നമുക്ക് കാണാൻ കഴിയുന്നില്ല. ദൈവം ഉള്ള സമയമല്ലാതെ ഭൂതകാലം അല്ലെങ്കിൽ ഭാവി കാലം അല്ലെങ്കിൽ പ്രസൻറ്റ് കാലം ഇതൊന്നും ദൈവമില്ലാതെ ഒരു സമയവും നമുക്ക് കാണാൻ കഴിയുന്നില്ല. അതിലുണ്ടായിട്ടില്ല. ഭാവി കാലത്തെ ഉണ്ടാകുകയുമില്ല. മാനുഷിക സമയത്താൽ ദൈവം ബന്ധിതനല്ല. ഭാവിയിലോ ഭൂതത്തിലോ ഒന്നിലും ദൈവം ഇല്ലാതെ ഒരിക്കലും ഇല്ലാതായിരുന്നത് നമുക്ക് ഇല്ലാതിരുന്നെന്നുള്ള കാര്യം നമുക്ക് ഒരിക്കലും ഇല്ലാതിരുന്നിട്ടില്ല. അതാണ് പ്രൈസ് ദി ലോർഡ്.
ഒരിക്കലും ദൈവം ഭാവിയിലോ ഭൂതത്തിലോ അല്ലെങ്കിൽ വരുവാനുള്ള സമയത്തോ അല്ലെങ്കിൽ നമ്മൾ അനുഭവിക്കുന്ന പ്രസൻറ്റിലോ ഒന്നിലും ദൈവമില്ലാതെ ഇരുന്നതായിട്ട് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നില്ല. പ്രൈസ് ദി ലോർഡ്. മാനുഷിക സമയത്താൽ ദൈവം ബന്ധിതനല്ല. പ്രൈസ് ദി ലോർഡ്. മനുഷ്യൻ്റെ സമയമല്ല ദൈവത്തിൻ്റെ സമയം. ദൈവത്തിൻ്റെ സമയം വേറെയാണ്, ദൈവം പറയുന്ന സമയം വേറെയാണ് നമുക്കിവിടെ കാണാൻ. അതിനാൽ ഞാൻ ആകുന്നവൻ എന്നതാണ് ദൈവത്തെ ഏറ്റവും നന്നായി വർണ്ണിക്കാൻ കഴിയുന്നത്. ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് ദൈവത്തെക്കുറിച്ച് വർണ്ണിക്കാൻ നമുക്ക് കഴിയും. കർത്താവ് ഇതാണ് പറഞ്ഞത്. മോശയോട് പറഞ്ഞു, നീ പോയി ജനത്തോട് പറ, അല്ലെങ്കിൽ മറ്റുള്ളവരോട് പറ, ഞാനാകുന്നവൻ ആരോടാണ്? ആ രാജാവിനോട് പോയി പറ, ഞാനാകുന്നവൻ ഞാനാകുന്നെന്ന് ഞാൻ കൽപ്പിച്ചു എന്ന് പറയാൻ പറഞ്ഞു. അപ്പോൾ അത്രമാത്രം ആസ്തിത്വവും അധികാരമുള്ള കർത്താവാണ് ദൈവം എന്ന് പറയുന്നത്. സർവശക്തനാണ്, സർവജ്ഞാനിയാണ്, സർവവ്യാപിയാണ് ദൈവം. ദൈവം അധികാരസ്ഥനാണ്, ഏതു സമയവും നമ്മളിൽ പ്രസൻ്റ് ഉള്ളവനാണെന്നുള്ള കാര്യം. പക്ഷേ പാപം ചെയ്യുമ്പോഴും നമ്മളിൽ പ്രസൻസ് അല്ലെങ്കിൽ കർത്താവ് പ്രസൻ്റ് ഉണ്ടെന്ന് നാം മനസ്സിലാക്കണം. നമ്മൾ നന്മ ചെയ്യുമ്പോഴും നമ്മളിൽ പ്രസൻ്റ് ഉണ്ടെന്ന് നാം മനസ്സിലാക്കണം. അതാണ് ദൈവത്തെ ഏറ്റവും വർണ്ണിക്കാൻ കഴിയുന്നത്. അത് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കർത്താവ് മാറ്റമില്ലാത്ത ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ ദൈവം മാറ്റമില്ലാത്തവനാണ്. അതായത് കർത്താവിന് പറഞ്ഞാൽ ഒരു കാര്യം കർത്താവ് ഉവെന്ന് പറഞ്ഞാൽ ഉവെന്നും ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല എന്നാണ്. കർത്താവിനെ മാറ്റിക്കളയാൻ ആർക്കും കർത്താവിൻ്റെ ആസ്തിത്വത്തിൽ അല്ലെങ്കിൽ കർത്താവിൻ്റെ വചനത്തിൽ, കർത്താവിൻ്റെ ഭക്തിയിൽ, കർത്താവിൻ്റെ ശക്തിയിൽ, കർത്താവിൻ്റെ ആലോചനയിൽ ആർക്കും കർത്താവിനെ മാറ്റി നിർത്താനോ മാറ്റിക്കളയാനോ നമുക്ക് യാതൊരു അധികാരമില്ലെന്നാണ് ഈ ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്, അല്ലെങ്കിൽ തിരുവെഴുത്ത് നമ്മളെ പഠിപ്പിക്കുന്നത്. ദൈവത്തിൻ്റെ ഗുണവിശേഷങ്ങൾ യാതൊരു മാറ്റവുമില്ല. ദൈവത്തിൻ്റെ ഗുണവിശേഷങ്ങൾക്ക് യാതൊരു മാറ്റവും വരുത്തുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ കഴിയുന്നു. കർത്താവിൻ്റെ ഗുണവിശേഷം ഉവെന്ന് പറഞ്ഞാൽ ഉവെന്നും ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല എന്നാണ്. ആ ഗുണവിശേഷത്തിൽ നാം അത് നമ്മൾ മനസ്സിലാക്കണമെന്നാണ് ഈ ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. മനുഷ്യവർഗത്തിന് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ സമ്പൂർണ്ണതകൾക്കോ ഉദ്ദേശങ്ങൾക്കോ മാറ്റമില്ല. മനുഷ്യവർഗത്തിന് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ സമ്പൂർണ്ണത അധികാരത്തിനോ അല്ലെങ്കിൽ യാതൊന്നിനും അല്ലെങ്കിൽ പ്രവൃത്തികൾക്കോ ഒന്നിനും ദൈവം ഇന്ന് വരെ മാറ്റം വരുത്തിയതായിട്ട് നമുക്കിവിടെ കാണാൻ കഴിയുന്നില്ല. ഒന്നിനും ഒരു മാറ്റവുമില്ലെന്നാണ് ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. സങ്കീർത്തനക്കാരൻ നമ്മളെ പഠിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ സംഖ്യ 23:10 നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. മനുഷ്യരുടെ പ്രവൃത്തികൾക്ക് മാറ്റം വരും, എന്നാൽ ദൈവത്തിൻ്റെ വാക്കിനോ പ്രവൃത്തികൾക്കോ ആലോചനകൾക്കോ ദൈവത്തിൻ്റെ വാക്കുകൾക്കോ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾക്കോ മാറ്റം വരുത്തുന്നില്ല. നമുക്കറിയാം, ഇസ്രായേൽ ജനത്തെ മരുഭൂമിയിലേക്ക് നടത്തിക്കൊണ്ടപ്പോൾ ദൈവം അവരോടൊരു വാഗ്ദത്തം പറഞ്ഞിരുന്നു. ആ വാഗ്ദത്തത്തിൽ കർത്താവ് ഒരിക്കലും മാറിയിരുന്നത് നമുക്ക് കാണാൻ കഴിയുന്നില്ല. എന്നാൽ ഇസ്രായേൽ ജനത്തോട് പറഞ്ഞ വാക്കുകൾ അവർ വിശ്വസിക്കാതെ ദൈവസന്നിധിയിൽ അവർ അകന്നു പോയിട്ടും ദൈവം പറഞ്ഞ വാക്കുകൾ അവരിൽ നിന്ന് മാറ്റിയതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നില്ല. കർത്താവ് പറഞ്ഞ വാക്കുകൾ ഉവ്വെന്ന് പറഞ്ഞാൽ ഇല്ല എന്ന് പറഞ്ഞു. ദൈവത്തിൻ്റെ അതിശ്രേഷ്ഠമായ സ്വഭാവം അതാണ്. ദൈവത്തിന് ആസ്തിത്വമുണ്ട്. ദൈവം മഹാനായത് സർവശക്തനും സർവജ്ഞാനിയും സർവവ്യാപിയുമായ ദൈവമാണ്. ഒരേ സമയത്ത് സന്നിഹിതനാകുവാൻ ദൈവത്തിന് കഴിവുണ്ട്, ശക്തിയുണ്ട്, ബലമുണ്ട്. അതെല്ലാം ദൈവത്തിൻ്റെ അധികാരത്തിൽപ്പെട്ട കാര്യമാണ്. ആ ദൈവത്തിൻ്റെ അധികാരത്തിൽപ്പെട്ടതായ അവസ്ഥയിലേക്ക് നാം മടങ്ങി വരണം. ദൈവത്തിൻ്റെ അധികാരം എന്താണ്, ആസ്തിത്വം എന്താണ്, കഴിവെന്താണ്, ജ്ഞാനം എന്താണെന്ന് മനസ്സിലാക്കുന്ന ഒരു വ്യക്തി ഒരിക്കലും ദൈവത്തെ തള്ളി പറയത്തില്ല, ദൈവസൻ പിറുപിറുക്കത്തില്ലെന്നാണ് ദൈവത്തിൻ്റെ ഭക്തന്മാരല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനത്തിൽ ശ്രേഷ്ഠമായ ദൈവത്തിൻ്റെ കരുതലുകൾ അല്ലെങ്കിൽ സ്വഭാവങ്ങളെക്കുറിച്ച് വർണ്ണിച്ചിരിക്കുന്നത്. ദൈവത്തിൻ്റെ അതിശ്രേഷ്ഠമായ സ്വഭാവങ്ങളെക്കുറിച്ചാണല്ലോ നാം പറഞ്ഞു വരുന്നത്. എന്നാൽ ആ ശ്രേഷ്ഠമായ സ്വഭാവത്തിൽ നാം ഉൾക്കൊണ്ട് ദൈവത്തെ മനുഷ്യരെയും പ്രീതിയുള്ളവരായിട്ട് നാം ജീവിക്കുകയാണെങ്കിൽ ആർക്കും നമ്മളെ തോൽപ്പിച്ച് കളയുവാൻ കഴിയത്തില്ല. ദൈവത്തിൻ്റെ മാറ്റത്തിൽ നമുക്ക് എന്നുള്ളത് നാം അർത്ഥമാക്കുന്നത് ഇപ്രകാരമാണ്. പ്രൈസ് ദി ലോർഡ്. ഉദാഹരണമായി, പാപികൾ യഥാർത്ഥമായി അനുദപിച്ചാൽ ദൈവം തൻ്റെ ന്യായവിധി ഒഴിവാക്കി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പാപികൾ യഥാർത്ഥമായി അനുദപിച്ച് വരുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ദൈവത്തിൻ്റെ ന്യായവിധി മാറ്റിക്കളയും. നമുക്ക് യിരെമ്യാ പ്രവചനമൊക്കെ വായിക്കുമ്പോൾ അനുദപിച്ച് മടങ്ങി വരുന്നവരുടെ അല്ലെങ്കിൽ ആ ന്യായവിധി മാറ്റി എടുത്തതായിട്ട് നമുക്ക് ദൈവത്തിൻ്റെ വചനം തിരുവെഴുത്തുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. യോഹന്നാൻ 3:6-10 കൂടാതെ മനുഷ്യരുടെ ആവശ്യങ്ങളോടും തൻ്റെ ജനത്തിൻ്റെ പ്രാർത്ഥനയോടും സന്തൽപ്രബലാതി പ്രതികരിക്കുവാൻ ദൈവം സ്വതന്ത്രനാണ്. നീതിമാൻ്റെ പ്രാർത്ഥന അല്ലെങ്കിൽ നീതിമാൻ്റെ ജാഗ്രതയോടുകൂടി ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന, പ്രൈസ് ദി ലോർഡ്, ഫലമായി ദൈവം തൻ്റെ
മനസ്സിനെ മാറ്റി തിരുവഴുത്തുകൾ പ്രസ്താവിക്കുന്നു. ശ്രദ്ധയോടുകൂടി പ്രാർത്ഥനയിൽ സ്ഥിരമായ ഒരു മനസ്സ് ദൈവമാക്കിയിട്ട് അവരുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്നതായിട്ട് വേദപുസ്തകം അല്ലെങ്കിൽ തിരുവഴുത്ത് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനം നമുക്ക് മനസ്സിലാക്കി തരുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അപ്രകാരം പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയെ ദൈവം ഒരിക്കലും കൈവിട്ടതായിട്ട് ദൈവവചനം നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ തിരുവഴുത്തുകൾ പരിശോധിച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവിടെ ഊന്നി പറയുന്നതൊക്കെയും പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടെന്നാണ് ഈ തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നത്. തിരുവചനത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തികളെ ഇന്ന് വരെയും കർത്താവ് തള്ളിക്കളഞ്ഞില്ല. ദൈവത്തിൻ്റെ സ്വഭാവങ്ങൾ ഇതൊക്കെയാണ്, ഗുണവിശേഷങ്ങൾ. അതിശ്രേഷ്ഠമായ സ്വഭാവങ്ങൾ ഇതാണ്. കർത്താവ് ആ എല്ലാ വാഴ്ചകളെയും അധികാരങ്ങളെയും സ്വർലോകത്തിൽ ദുഷ്ടാത്മസേനകളെയും ആയുധം വർഗം വെപ്പിച്ച് ക്രൂശിൽ ജയോത്സവം കൊണ്ടാടിയ ദൈവത്തെയാണല്ലോ നമ്മൾ ആരാധിക്കുന്നത്. അതിനെ തകർത്ത് കളഞ്ഞു, അതിനെ ഉടച്ചു കളഞ്ഞു, അതിൻ്റെ ശക്തിയെ ക്ഷയിപ്പിച്ചു കളഞ്ഞു, അവൻ്റേതായ എല്ലാ ആലോചനകളെയും ആജ്ഞകളെയും തകർത്ത് കളഞ്ഞ ദൈവത്തെയാണല്ലോ, സർവശക്തനും സർവജ്ഞാനിയും സർവ്വവ്യാപിയായ ദൈവത്തെ നമ്മൾ ആരാധിക്കുന്നത്. ആസ്തിത്വമുള്ള ദൈവത്തെയാണല്ലോ നമ്മൾ ആരാധിക്കുന്നതെന്ന് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. ക്രൈസ്തലോട് സന്തൽ കടകലാതി റീമന കടകലാതി ദൈവം സമ്പൂർണനാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. അത് പരിശുദ്ധനാണെന്ന് കാണാൻ കഴിയുന്നുണ്ട്. ദൈവം അതായത് ദൈവം പാപരഹിതനും സമ്പൂർണനും നീതിമാനും ആണെന്ന് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. നമുക്ക് ആദാവും ഹവ്വായും പാപം ചെയ്തപ്പോൾ അവരെ സൃഷ്ടിച്ചപ്പോൾ പാപരഹിതരായിട്ടാണ് അവരെ സൃഷ്ടിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. അതായത് കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങളെ സൃഷ്ടിച്ചത് എൻ്റെ മൂക്കിൽ എൻ്റെ വായിൽ നിന്നുള്ള ശ്വാസവും ഞാൻ തരുന്നതായ ശരീരവും ജീവനും എന്നെപ്പോലെ തന്നെ ഞാൻ സൃഷ്ടിച്ചു എന്ന് നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട്. സൃഷ്ടിക്കപ്പെട്ടത് ഉൽപ്പത്തി 1:31 നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ പാപം ചെയ്യുവാൻ അവർക്ക് കഴിയുമായിരുന്നു എന്നും നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട്. നേരെ മറിച്ച് ദൈവത്തിൻ്റെ വിശുദ്ധിയിൽ തൻ്റെ ഉദ്ദേശവും പാപരഹിതവുമായുള്ള പോരാടി നിവർത്തിക്കാനുള്ള കാര്യങ്ങൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ക്രൈസ്തലോട് തൻ്റെ സമർപ്പണങ്ങളും അതിനകത്ത് ഉൾപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട്. ജനത്തിന് ഒരു സമർപ്പണം ഉണ്ടെങ്കിൽ ജനത്തിന് എങ്ങനെ വേണേലും ജീവിക്കാമെന്നാണ് ദൈവം ജനത്തെ സൃഷ്ടിച്ചിട്ട് പറഞ്ഞത്. പക്ഷേ ജനത്തിന് ക്രൈസ്തലോട് താങ്കിലോട് ജനത്തിന് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ദൈവം പറഞ്ഞ കൽപ്പന അനുസരിക്കാതെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഏതേൻ തോട്ടത്തിൽ നിന്ന് ദൈവം പറഞ്ഞു വിട്ടത്. ജനത്തിന് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ദൈവം ഒരുക്കി കൊടുത്തിട്ടും ജനത്തിന് അതുപോലെ ജീവിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. എന്നാൽ പിശാച് അവരെ കരങ്ങളെടുത്ത് പാപം ചെയ്യുവാനിടയായി എന്ന് ആ ദൈവത്തിൻ്റെ വചനം നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കി തരുന്നതായിട്ട് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. ക്രൈസ്തവരോട് ദൈവം ത്രിയേകനാണ്. അതായത് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നീ 3 ദൈവിക ആളത്വത്തിലാണ് ദൈവത്തെ നമുക്ക് കാണാൻ കഴിയുന്നത്. ക്രൈസ്തവരോട് അത് എന്നെ വെളിപ്പെടുത്തിയിട്ടുള്ള ഉദാഹരണം മത്തായി 28:19 നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ദൈവം 3 ആളത്വങ്ങളോടെ ഈ ഭൂമിയിൽ അവതരിക്കപ്പെട്ടു. ഒന്ന് പിതാവേ, പുത്രൻ, പരിശുദ്ധാത്മാവ്. ഇത് 3ഉം ഒന്നാണ്. ത്രിയേക ദൈവമാണ് ദൈവം. അപ്പോൾ 3 ആളത്വങ്ങളായിട്ട് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഏക ദൈവമാണ് കർത്താവെങ്കിലും 3 ആളത്വങ്ങളോടാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് കർത്താവിനെ. ക്രൈസ്തവരോട് ഓരോ ആളത്വവും സമ്പൂർണവും ദൈവമാണ്. മറ്റ് 2 ആളത്വങ്ങളോടും സമനാണ് എങ്കിലും അവൻ 3 ദൈവങ്ങൾ അല്ല, ഏക ദൈവമാണ്. കർത്താവ് 3 ദൈവമല്ല, കർത്താവ് ത്രിയേക ദൈവമാണെന്ന് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. ദൈവത്തിൻ്റെ ഗുണവിശേഷങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ദൈവത്തിൻ്റെ ധാർമ്മിക ഗുണവിശേഷങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഈ ഏക ദൈവത്തിൻ്റെ അനേക ഗുണവിശേഷങ്ങൾ വിശിഷ്യ അവൻ്റെ ധാർമ്മിക ഗുണവിശേഷങ്ങളെക്കുറിച്ച് നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിൽ അല്ലെങ്കിൽ തിരുവെഴുത്തുകളിൽ മാനുഷിക ഗുണങ്ങളായി സാമ്യമുള്ളവയാണെന്ന് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെ ഒരു അനുഭവത്തിലേക്ക് അങ്ങനെയുള്ള അനുഭവമുള്ളൊരു വ്യക്തിയാണ് കർത്താവ്. കർത്താവിനെ നമുക്കൊന്നിലും ഉൾക്കൊള്ളിക്കാൻ പറ്റത്തില്ല. ഒന്നിലും നമുക്ക് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നു ഒന്നിനകത്തും ഒതുങ്ങുന്നല്ല. കർത്താവ് സ്വർഗത്തിലും നമുക്ക് ക്രൈസ്തവരോട് നമുക്ക് ദാവീദിൻ്റെ മകനായ ശലോമോൻ പ്രാർത്ഥിച്ചപ്പോൾ ഇപ്രകാരം പറയുന്നുണ്ട്, സ്വർഗത്തിലും സ്വർഗത്തിലും അങ്ങ് ഒടുങ്ങുന്ന കർത്താവല്ലല്ലോ, പിന്നെ ഞാൻ എൻ്റെ ജ്ഞാനി ഉണ്ടാക്കിയ ചെറിയ ആലയത്തിൽ എങ്ങനെ ഒതുങ്ങും കർത്താവേ എന്ന്. ക്രൈസ്തവരോട് നമുക്ക് ഈ ലോകത്തെക്കുറിച്ചോ അല്ലെങ്കിൽ മറ്റൊന്നിലും ഒതുക്കി കളയുവാൻ കർത്താവിനെ താരതമ്യപ്പെടുത്താൻ പറ്റത്തില്ല. കാരണം അത്രമായ ഉന്നതമായ അളവിലാണ് ദൈവത്തിൽ ദൈവാത്മാവ് വസിക്കുന്ന, അല്ലെങ്കിൽ ഉദാഹരണമായി ദൈവത്തെയും മനുഷ്യനെയും സ്നേഹിക്കാനുള്ള കഴിവുണ്ടെങ്കിലും ദൈവം സ്നേഹിക്കുന്ന അളവിനാൽ സ്നേഹിക്കുവാൻ ഒരു മനുഷ്യനും സാധ്യമല്ല.
നമുക്ക് ഒത്തിരി കഴിവുകൾ ദൈവം തന്നിട്ടുണ്ടെങ്കിലും ദൈവം സ്നേഹിക്കുന്ന പോലെ ഒരു വ്യക്തികളെ നമുക്ക് സ്നേഹിക്കാൻ കഴിയുന്നതല്ല എന്ന് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. ദൈവത്തിന് പല ഗുണവിശേഷമാണ്, ഒത്തിരി ഗുണവിശേഷങ്ങളുണ്ട്. പ്രായോഗികമാക്കുവാൻ മനുഷ്യനെ ഈ ഗുണവിശേഷങ്ങൾ പ്രായോഗികമാക്കുന്നതിന് നമുക്കുള്ള കഴിവ് നാം പ്രൈസ്തലോട് ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ് എന്ന യാഥാർത്ഥ്യത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നത്. അപ്പം ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും നമ്മെ ദൈവം സൃഷ്ടിക്കപ്പെട്ടതാണ്. മറ്റു വാക്കുകൾ പറഞ്ഞാൽ പ്രൈസ്തലോട് നാം ദൈവത്തെ പോലെ, ദൈവം നമ്മെ പോലെയല്ല. നാം ദൈവത്തെ പോലെയാണ്, ദൈവം നമ്മെ പോലെയല്ല. നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് ദൈവത്തെ പോലെ ആയിത്തീരണം. എന്നാലേ ദൈവം നമ്മളെ പോലെ ഒരിക്കലും ആയിത്തീരത്തില്ല. ഒരു മനുഷ്യനെ പോലെ ദൈവം ഒരിക്കലും ആയിത്തീരട്ടെ. ദൈവം നല്ലവനാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. പ്രൈസ്തലോട് സങ്കീർത്തനം 25:8 പ്രൈസ്തലോട് നമുക്ക് കാണാൻ കഴിയുന്നത് ദൈവം നല്ലവനാണ്. അതേപോലെ 106 സങ്കീർത്തനം 1 വാക്യം, മർക്കോസ് 10:18 എല്ലാം ദൈവം നല്ലവനാണ്. ദൈവം ആദിയിൽ സൃഷ്ടിച്ചതെല്ലാം നല്ലതാകുന്നു. പ്രൈസ്തലോട് ദൈവത്തിൻ്റെ സ്വഭാവത്തിൻ്റെ പ്രതിഫലനമായിരുന്നു അത് എന്ന് നമുക്ക് കാണാൻ കഴിയും. ദൈവം സൃഷ്ടിച്ചു, എല്ലാം നല്ലതായിട്ട് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു, ദൈവം ഭൂമിയെ സൃഷ്ടിച്ചു. പ്രൈസ്തലോട് ദൈവം ഉൽപ്പത്തിയെ സൃഷ്ടിച്ചു. ദൈവം തൻ്റെ സകല സൃഷ്ടികളെയും പോറ്റി പുലർത്തിക്കൊണ്ട് ദൈവം അവയോടെ എല്ലാ കാലത്തും അതിനെ എല്ലാം സൃഷ്ടിച്ചിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എല്ലാം ജനത്തിന് വേണ്ടുന്നതായി എല്ലാം പ്രൈസ്തലോട് ഹർഷൽ കടകല സന്തൽ കടകല എല്ലാ കാലത്തും ദൈവം നല്ലവനാണ്. കഷ്ടകാലത്ത് തന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിനക്ക് ഉത്തരമരുളും. നീ അറിയാത്ത മഹോചനമായ കാര്യങ്ങളെ ഞാൻ നിന്നോട് അറിയിക്കും. ദൈവത്തിൻ്റെ വചനം പറയുന്നു, നമ്മളറിയാത്ത ചില നന്മകൾ, നമ്മളറിയാത്ത ചില അനുഗ്രഹങ്ങൾ, നമ്മളറിയാത്ത ചില ഇടവൽക്കടകലാതി കക്ഷക്കടകലാതി ആസ്തി സകലം നമുക്ക് തരുവാൻ ശക്തനായ തിരുവഴുത്തി പറയുന്ന പോലെ ചില വാഗ്ദത്വങ്ങൾക്ക് ഇടമന കൂട്ടഭാഷയിലാക്കി നമുക്ക് ചില വാഗ്ദത്വങ്ങൾ തരുവാൻ ശക്തനായ ഒരു ദൈവത്തെയാണ് നാം ആരാധിക്കുന്നതെന്ന കാരണം നാം മറന്നുപോയി. എല്ലാ കാലത്തും ദൈവം നല്ലവനാണ്. ഏത് സമയത്തും ഏത് കാലത്തും ദൈവം നല്ലവനാണെന്ന് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ശന്തൽ കടകലാതി റിമന കടകൽ പ്രബലാതി കക്ഷക്കടകല സന്തൽ കടകലാതി അക്ഷക്കടകല സന്തൽ കടകലാതി. നമ്മൾ പ്രാർത്ഥിക്കുന്നതുകൊണ്ട് ദുഷ്ടന്മാർക്കും ദൈവത്തിൻ്റെ കരുതൽ ലഭിക്കുന്നതായിട്ട് നമുക്ക് ഈ സങ്കീർത്തനക്കാരനോട് ചേർന്ന് പറയാൻ കഴിയും. ദുഷ്ടന്മാർക്കും ദൈവിക നന്മകൾ പ്രാപിച്ചെടുക്കാൻ കഴിയുമെന്നാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് സത്യത്തിൽ തൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവരോട് നല്ലവനായിരിക്കുന്നു. കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവർക്കും ദൈവസന്നിധിയിൽ കർത്താവ് നല്ലവനാണ് എന്ന് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഏതൊരു അവസ്ഥയിലും അത് നമുക്ക് കാണുന്ന പ്രൈസ് ദി ലോർഡ് ദൈവത്തിൻ്റെ വചനത്തിൽ കാണാൻ കഴിയുന്നത്, തിരുവഴുത്തിൽ കാണാൻ കഴിയുന്ന പ്രൈസ് ദി ലോർഡ് ദുഷ്ടന്മാർക്കും നല്ലവർക്കും നല്ല വെയിലും മഴയും കർത്താവ് കൊടുക്കുന്ന കർത്താവാണ്. നമ്മുടെ പ്രാർത്ഥന കൊണ്ട് നമുക്ക് ജീവിക്കണമല്ലോ. മഴയില്ലേ നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല, വെയിലില്ലേ നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ആ ദൈവിക കരുതലുകൾ ഈ ദുഷ്ടന്മാരും അനുഭവിക്കുന്നുണ്ട്. അതായത് ദൈവമക്കളും അനുഭവിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. 145 സങ്കീർത്തനത്തിലൊക്കെ നമുക്ക് കാണാൻ കഴിയും. ദൈവം സ്നേഹമാകുന്നു. യോഹന്നാൻ 4:8 ദൈവത്തിന് സ്നേഹിക്കാതിരിക്കാൻ കഴിയത്തില്ല. കർത്താവ് അത്രമാത്രം സ്നേഹവാനാണ്. പാപികളായ മനുഷ്യവർഗത്തെ കൊണ്ട് നിറഞ്ഞ സകല ലോകത്തെയും അന്തൽക്കടകല റിമനകടകലാതി അക്ഷക്കടകല ആശ്ലേഷിക്കുന്ന സ്വാർത്ഥത സ്നേഹമാണ്. ദൈവത്തിൻ്റെ സ്നേഹം എന്ന് പറഞ്ഞാൽ ദൈവം എല്ലാവരെയും സ്നേഹിക്കുന്നു എന്നാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. പ്രൈസ് ദി ലോർഡ്. ശന്തൽക്കട തൻ്റെ ഏകജാതനായ യേശു ക്രിസ്തുവിനെ അന്തൽക്കടകല റിമനകട പാപികൾക്ക് വേണ്ടി മരിക്കുവാൻ അയച്ചു എന്നതാണ് ദൈവത്തിൻ്റെ മുഖ്യ സ്നേഹം അല്ലെങ്കിൽ മുഖ്യ പ്രതിഫലനമെന്ന് നമുക്കിവിടെ കാണാം. 1 യോഹന്നാൻ 4:9 മുതൽ 10 വരെ. കൂടാതെ പ്രൈസ് ദി ലോർഡ് യേശു മുഖാന്തരം ദൈവമായി നിരപ്പ് പ്രാപിക്കുന്നവരുടെ ദൈവത്തിന് പ്രത്യേകമായൊരു കുടുംബ സ്നേഹമുണ്ട് എന്ന് യോഹന്നാൻ 16:27 നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ദൈവം സ്നേഹമാകുന്നു. ദൈവം നമ്മളെ സ്നേഹിക്കുന്നു. ദൈവം നമ്മളെ കരുതുന്നു. ഇടമനകടകൾ പ്രബലാതി കക്ഷക്കടകൾ സന്തൽ കടകലാതി റീവലകടകൾ പ്രബലാതി കക്ഷക്കടകൾ സന്തൽ കടകലാതി. ദൈവം സ്നേഹവാനാണ്. കർത്താവ് മനസ്സലിയുന്ന കർത്താവാണ്. ദൈവം കരുതലിൻ്റെ കർത്താവാണ്. കരുണയുള്ള കർത്താവാണ്. ദൈവത്തിന് കഴിയാത്ത ഒരു കാര്യവുമില്ല. ദൈവം കരുണയും കൃപയും ഉള്ള കർത്താവാണ്. പുറപ്പാട് 14:34 നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ പാപങ്ങൾക്കൊത്തവണ്ണം ദൈവം മനുഷ്യവർഗത്തെ ഛേദിക്കുകയോ നശിപ്പിക്കുകയോ ചെയ്യുന്നില്ല. നമ്മുടെ പാപങ്ങൾക്ക് ഒത്തവണ്ണം ദൈവം മനുഷ്യവർഗത്തെ ഛേദിക്കുകയോ നശിപ്പിക്കുകയോ ചെയ്യുന്നില്ല. പിന്നെയോ യേശു ക്രിസ്തുവിലൂടെയുള്ള
വിശ്വാസ മുഖാന്തരം സൗജന്യദാനമായി പാപക്ഷമ നൽകുന്നു, വാഗ്ദാനം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. നമുക്കിവിടെ കാണാൻ കഴിയുന്നത് പ്രൈസ് ദി ലോർഡ്. ദൈവം മനസ്സലിവുള്ള കർത്താവാണ്. അന്തരാദ്രീമനകടകൽ പ്രബലാദി കക്ഷക്കടകല സന്തൽ കടകല ശ്രീമനകടകലാദി കക്ഷക്കടകല സന്തൽ കടകലാദി ദൈവൽ കടകല ഉടല പക്ഷക്കടകല സന്തൽ കടകല രൂപലകടകൽ പ്രൗഢലാദി കക്ഷക്കടകല സന്തൽ കടകലാദി ശ്രീമനകടകൽ പ്രൗഢലാദി കക്ഷക്കടകല സന്തൽ കടകലാദി ദൈവലകടകൽ പ്രൗഢല പക്ഷക്കടകല സന്തൽ കടകല ശ്രീമനകടകം പ്രൗഢലാദി. ദൈവം മനസ്സലിവുള്ള കർത്താവാണ്. സഹായിക്കാനുള്ള ആഗ്രഹത്തോടുകൂടെ മറ്റുള്ളവരോട് കഷ്ടതയിൽ ദുഃഖിക്കുന്നതാണ് മനസ്സലിവെന്ന് പറയുന്നത്. മനുഷ്യവർഗത്തോടുള്ള പ്രൈസ് ദി ലോർഡ് ശന്തൽ കടകലാദി ദൈവനകടകൾ തൻ്റെ മനസ്സലിവ് മുഖാന്തരം ദൈവം പാപക്ഷമയും രക്ഷയും ഒരുക്കി. അതുപോലെ ദൈവപുത്രനായ യേശു ദരിദ്രന്മാരോട് സുവിശേഷം അറിയിച്ചതായിട്ട് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. ദരിദ്രന്മാരോട് സുവിശേഷം പ്രസംഗിപ്പാനും ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രഖ്യാപിച്ചപ്പോഴും അധംപതിച്ചവർക്ക് സ്വാതന്ത്ര്യം നൽകിയപ്പോഴും മനസ്സലിവ് വെളിപ്പെടുത്തി. ലൂക്കോസ് 4:18 നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ദരിദ്രന്മാരോട് കർത്താവ് സുവിശേഷം അറിയിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ദൈവം ദീർഘക്ഷമയും മഹാദയമുള്ള കർത്താവാണ്. അന്തൽ കടകലാദി രീമനകടകൽ പ്രൗഢല പക്ഷക്കടകല സന്തൽ കടകല രീമനകടകലാദി ഹസ്തകടകല രീവലകടകലാദി കക്ഷാരാവലകടകല സന്തൽ കടകല രീവലകടകൽ പ്രൗഢലമാനത കടകല പൗഢല പക്ഷക്കടകല സന്തൽ കടകല രീമനകടകം ഊരം കടകല രീവലകടകല ഊടലപക്ഷ കടകല സന്തൽ കടകല രീമന ഹസ്തകടകല രീവലകടകല ഊടലപക്ഷ കടകല സന്തൽ കടകലാദി ഓ റീവലകടകല ഊടലപക്ഷ കടകല സന്തക്കടകല രീമനകടകല ഊരക്കടകല രീമനകടകം പ്രൗഢലമാനം കക്ഷക്കടകല സന്തക്കടകല ഊരക്കടകല രീവലകടകലാദി കക്ഷക്കടകല സന്തൽ കടകലാദി അന്തർക്കടകല രീമനകടകം പ്രൗഢലമാനം കക്ഷക്കടകല സന്തൽ കടകല രൂപാരാവല ഘടക പ്രൗഢല മാനതഘടകം പ്രൗഢലപക്ഷ കടകല സന്ത കടകല രീവല ഊരക്കടകല രീവലഘടകം പ്രൗഢലമാന കക്ഷക്കടകല സന്തക്കടകല രൂപലഘടകം പ്രൗഢലമാന കക്ഷക്കടകല സന്തക്കടകല രീവലഘടകല. പിന്നെയോ നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ദൈവം ദീർഘക്ഷമയും മഹാദയം ഉള്ളവനാണ്. പുറപ്പാട് 34:6. ആദാമും ഹവ്വായും പാപം ചെയ്ത ശേഷം ഏദൻ തോട്ടത്തിലാണ് ദൈവം അവർക്ക് വിശേഷ ഗുണം പ്രകടമാക്കിയത്. മനുഷ്യവർഗത്തെ നശിപ്പിക്കുവാൻ അവകാശമുണ്ടായിരുന്നുവെങ്കിലും ദൈവം അവരെ നശിപ്പിച്ചില്ല. മനുഷ്യവർഗത്തെ നശിപ്പിച്ചു കളയാൻ അവകാശമുണ്ടായിരുന്നുവെങ്കിലും ദൈവം എന്തുകൊണ്ടാണ് നശിപ്പിച്ചില്ല? അന്തൽ കടകല റീമന കടകൽ പ്രബലാദി കക്ഷക്കടകല സന്തൽ കടകലാദി ഊരമാനത കടകൽ പ്രബല പക്ഷക്കടകല സന്തക്കടകല റീവല ഘടകം ഊരം ഘടകം പ്രൗഢലമാന കക്ഷക്കടകല സന്തക്കടകല രൂപല ഘടകം പ്രൗഢലമാന കക്ഷക്കടകല സന്തക്കടകല രൂപല ഘടകം പ്രൗഢലമാനം കക്ഷക്കടകല സന്തക്കടകല രീവല ഘടകം രൂപല ഘടകം പ്രൗഢലമാന കക്ഷക്കടകല സന്തക്കടകല രീമന ഘടകലാദി അക്ഷക്കടകല സന്തക്കടകല രീമന ഘടകൽ പ്രൗഢലാദി ഓ സ്തോന്തൽ കടകല ഊടലപക്ഷ കടകല സന്ത കടകലാദി. മനുഷ്യവർഗത്തെ ദൈവത്തിന് നശിപ്പിച്ച് കളയുവാൻ കഴിയുമായിരുന്നു. എങ്കിലും മനുഷ്യവർഗത്തെ ദൈവം നശിപ്പിച്ച് കളഞ്ഞായിട്ട് നമുക്കിവിടെ കാണാൻ കഴിയുന്നില്ല. പ്രൈസ് ദി ലോർഡ്. പെട്ടകം പണിതുകൊണ്ടിരിക്കുമ്പോൾ ദീർഘക്ഷമ കാണിച്ചു. 1 പത്രോസ് 3:20. പാപം ചെയ്തുകൊണ്ടിരിക്കുന്ന മനുഷ്യർ വർഗത്തോട് ദൈവം ഇന്നും ദീർഘക്ഷമയോടിരിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ലോകത്തെ നശിപ്പിക്കത്തക്കവണ്ണം അതിനെ ഉടനെ ദൈവം ന്യായം വിധിക്കുന്നില്ല. പാപം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെ ദൈവം അന്നേരം തന്നെ പാപം ന്യായം വിധിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. ദൈവം ഇന്നും ദീർഘക്ഷമയോടിരിക്കുന്നു. ലോകത്തെ നശിപ്പിക്കത്തക്കവണ്ണം ദൈവം ഉടനടി അതിൻ്റേതായ ന്യായവിധി നടത്തുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ കഴിയുന്നില്ല, വിധിക്കുന്നില്ല. അനുതപിച്ചു രക്ഷ പ്രാപിക്കുവാൻ എല്ലാവർക്കും അവസരം നൽകിക്കൊണ്ട് ദൈവം ദീർഘക്ഷമയോടെ കാത്തിരിക്കുന്നു. 2 പത്രോസ് 3:9 നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ദീർഘക്ഷമ കാണിച്ചുകൊണ്ട് ദൈവം കാത്തിരിക്കുന്നു. പാപം ചെയ്യുന്ന വ്യക്തി നശിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ദൈവം ദീർഘക്ഷമയോടെ കാത്തിരിക്കുന്നതായിട്ട് നമുക്ക് ഈ ദൈവവചനം ഇവിടെ കാണാൻ കഴിയുന്നതായിട്ട് നമുക്ക് കാണാം. ദൈവം സത്യമാകുന്നു നമുക്കിവിടെ കാണാൻ കഴിയുന്നു. പ്രൈസ് ദി ലോർഡ്. ശന്തൽ കടകലാദി അന്തൽ കടകല അറിയുക. യേശു തന്നെക്കുറിച്ച് താൻ സത്യമാണ്,
എന്ന് പറഞ്ഞു. യോഹന്നാൻ 14:6. കർത്താവിന് മാത്രമേ പറയാൻ കഴിയത്തുള്ളൂ, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്ന്. ഒരു വ്യക്തിക്ക് ഈ ഭൂമിയിൽ പറയാൻ കഴിയത്തില്ല, ഞാൻ സത്യമാണ്, ഞാൻ വഴിയാണ്. ഇടവനകടകൾ പ്രൗഢലാദി രക്ഷകട ആത്മാവ് സത്യത്തിൻ്റെ ആത്മാവെന്ന് അറിയപ്പെടുന്നു. യോഹന്നാൻ 14:17. ദൈവം തന്നെയാണ് സത്യം. താൻ പറയുന്നതും ചെയ്യുന്നതുമായ സകലത്തിലും ദൈവം സമ്പൂർണ്ണമായി വിശ്വസനീയവും സത്യവാനുമായതിനാൽ പ്രൈസ് ദി ലോർഡ്. അടമനകടകൾ പ്രൗഢലാദി രക്ഷകടകൾ സന്തർ ആമേൻ. പ്രൈസ് ദി ലോർഡ്. അവൻ്റെ വചനത്തെയും സത്യമെന്ന് വിവരിച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ച് സത്യമെന്ന് കർത്താവ് തന്നെ വിവരിച്ചിരിക്കുന്നു. ദൈവം സത്യമാണ്, ഞാൻ വഴിയാണ്, ഞാൻ സത്യമാണ്, ഞാൻ ജീവനാണ്, ഞാൻ മാർഗമാണെന്ന് ദൈവത്തിനല്ലാതെ ഒരു വ്യക്തി ജീവിതങ്ങൾക്ക് പറയാൻ അവൻ്റെ വചനത്തെയും സത്യമെന്ന് വിവരിക്കുന്നു. കർത്താവിൻ്റെ വചനത്തെ സത്യമെന്ന് വിവരിച്ചിരിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഈ സന്ദേശം, ഈ സത്യത്തിൻ്റെ ക്രമത്തെയും ദൈവം വ്യാജത്തെയോ അസത്യത്തെയോ സഹിഷ്ണുതയോടെ വീക്ഷിക്കുന്നില്ല എന്ന് നമുക്കിവിടെ കാണാം. വേദപുസ്തകം വ്യക്തമാക്കുന്നു. ദൈവം വിശ്വസ്തൻ. പ്രൈസ് ദി ലോർഡ്. തൻ്റെ വചനത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്ന പ്രവർത്തിച്ച് തൻ്റെ വാഗ്ദത്തങ്ങളെ നിവർത്തിക്കുവാൻ മുന്നറിയിപ്പ് പാലിക്കുകയും ചെയ്യും. ദൈവം അതാണ് നമ്മളോട് ചെയ്യുന്നത്. ദൈവത്തിൻ്റെ വാഗ്ദത്തം അതാണ്. ദൈവിക കരുതലാണ്, ദൈവിക വിടുതലാണ്, ദൈവിക പദ്ധതി അതാണ്. അതിനുവേണ്ടി നാം ഒരുക്കപ്പെടുകയാണെങ്കിൽ ദൈവം നമ്മളെ മാനിക്കുമെന്നാണ് ഈ ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. പ്രൈസ് ദി ലോർഡ്. ആശ്വാസം നൽകുന്ന, അനുദവിച്ച് കർത്താവായ യേശുവിൽ വിശ്വസിക്കുന്നവരുടെ മേൽ വരുന്ന ന്യായവിധി പ്രൈസ് ദി ലോർഡ് ശന്തൽ കടകലാദിക്കുറിച്ച് അവർക്ക് വലിയ ഭാരം ഉളവാക്കുന്നതാണ് ദൈവം. ന്യായവിധിയെക്കുറിച്ച് ദൈവം ബോധം വരുത്തിക്കൊണ്ട്, പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച് ബോധം വരുത്തിക്കൊണ്ടിരിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ കഴിയും. അവനുമായി ദൈവം നീതിമാനാണ്. അവസാനമായി കർത്താവ് നീതിമാനാണ്. നീതിമാനാണെന്ന് പറഞ്ഞാൽ പ്രൈസ് ദി ലോർഡ് പ്രപഞ്ചത്തിൻ്റെ ധാർമ്മിക ക്രമത്തെ ദൈവം അംഗീകരിക്കുന്നു. മനുഷ്യവർഗത്തോട് ദൈവം ഇടപെടുന്നതിൽ അവൻ നീതി ഉള്ളവനാണ്, പാപരഹിതനാണ് എന്നാണ് അർത്ഥം. കർത്താവ് ശിക്ഷ നൽകുന്ന ദൈവമാണ്. ദൈവത്തിൻ്റെ തീരുമാനത്തിൻ്റെ അടിസ്ഥാനം ദൈവത്തിൻ്റെ നീതിയാണ് എന്നൊക്കെ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്രകാരം ദൈവമായ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഈ ലൈവിൽ കൂടി എന്നെ ശ്രദ്ധിച്ച എല്ലാവരെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കർത്താവെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അന്തൽ കടകളറി മനകടകളാദി കക്ഷ ദൈവത്തിൻ്റെ ഒരു പ്രാവശ്യം കൂടി വാചനം വായിച്ചുകൊണ്ട് ഇരിക്കാൻ. സങ്കീർത്തനം 139:7. നിൻ്റെ ആത്മാവിനെ ഒളിച്ച് ഞാൻ എവിടേക്ക് പോകും, തിരുസനെ വിട്ട് ഞാൻ എവിടേക്ക് ഓടും, ഞാൻ സ്വർഗ്ഗത്തിൽ കയറിയാൽ നീ അവിടെയുണ്ട്, പാതാളത്തിൻ്റെ കിടക്ക് വിരിച്ചാൽ നീ അവിടെയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഈ വചനങ്ങളെ കൊണ്ട് നമ്മളെ ദൈവം അനുഗ്രഹിക്കട്ടെ. സമർപ്പിക്കാൻ ദൈവവചനത്തിലൂടെ നമുക്ക് സമർപ്പിച്ചു കൊടുക്കാം. ദൈവം നമ്മളെ ധാരാളം അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ കൃപ കൊണ്ട് നിറയപ്പെടുവാൻ, ആത്മാവ് കൊണ്ട് നിറയപ്പെടുവാൻ, അഭിഷേകത്താൽ നിറയപ്പെടാൻ സഹായിക്കാം. കർത്താവിൻ്റെ കരത്തിലേക്ക് ഏൽപ്പിക്കുന്ന വചനങ്ങളെ കൊണ്ട് നമ്മളെ ആശ്വസിപ്പിക്കാൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിൽ നിന്ന് ജമിക്കുന്ന കർത്താവെ വയൽക്കോട്ടി എല്ലാം കേട്ട എല്ലാ കുഞ്ഞുങ്ങളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ശുദ്ധീകരിക്കണം, സമർപ്പിക്കുന്നു. ദൈവത്തിൻ്റെ വചനം കേട്ടവരുടെ പരിശുദ്ധ അനുഭവിച്ചറിയുവാൻ കർത്താവ് സഹായിക്കും. എല്ലാവരെയും അനുഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. സകലമാന പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. സകലമാന മഹത്വങ്ങൾക്ക് പ്രാർത്ഥനയെ ജനം കേട്ടിരിക്കുക. സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.